നമ്മുടെ വീട്ടിലെ തന്നെ പച്ചമാങ്ങയാ. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ആ പാവം പോലീസുകാരനെ മാവിന്റെ മണ്ട വലിച്ചു കയറ്റല്ലേ. ആ പിടിച്ചോ. അയ്യോ ആമി, 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 അയ്യോ ആമി. ദത്തിന്റെ നിലവിളിയല്ലേ അത്? അയ്യോ ആമി, അയ്യോ അയ്യോ എന്റെ പൊന്നു, ഇതെവിടൊക്കെ കേറി പോന്നേ? എന്താ ഇവിടെ? അയ്യോ ഉറുമ്പ്, അയ്യോ ആമി, അയ്യോ സാറേ, ഉറുമ്പ്, ഉറുമ്പ്. എന്താ ഇത്? ചതിച്ചോ എന്റെ ഭഗവാനെ. ഇപ്പൊ ഒരുത്തിന് മാവിന്റെ ചോട്ടത്തിൽ പെറുക്കി എടുത്തോണ്ട് വെച്ചതേ ഉള്ളൂ, അടുത്തവൻ വലിഞ്ഞു കയറിയിരിക്കുക. ഈ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ എന്താ പറ്റിയ? അല്ല എനിക്ക് കേറാനേ അറിയൂ, ഇറങ്ങാൻ അറിയാൻ പാടില്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ പതുക്കെ. അതെ, ഒരു ഏണി കിട്ടുമോ? മതി, പോയി ഏണി എടുത്തോണ്ട് വാടി. ഇപ്പൊ എടുത്തോണ്ട് വരാമേ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പറ്റിപ്പോയി മുത്തശ്ശി. ഇപ്പൊ പതുക്കെ 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 കൊണ്ടുവാ. വേഗം വേഗം. ഉറുമ്പ് തിന്നോ? മുത്തശ്ശി ഞാൻ പിടിക്കാം. മാറി അങ്ങോട്ട് പൊക്കടിച്ചിട്ടുണ്ട്. മുത്തശ്ശി ഇങ്ങോട്ട്. അളിയാ സൂക്ഷിച്ചിറങ്ങണേ. ഇറങ്ങി വാ. അത് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പാട്. പതുക്കെ ഇറങ്ങ, കാല് തെറ്റല്ലേ. ഇറങ്ങി ഇങ്ങോട്ട്. കാലപ്പുറത്ത് വെക്കേ. നോക്കിയേ, സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങി വാ. ചേട്ടാ നോക്കി നോക്കി, അവിടെ തന്നെ. മുറുക്ക പിടിച്ചോണേടി. സൂക്ഷിച്ചിറങ്ങ. പതുക്കെ കാല് ഇപ്പുറത്തോട്ട് മാറ്റി പോയി. ആര് പറഞ്ഞു മാങ്ങ? അയ്യോ മാങ്ങ പറിക്കാൻ പോയിരിക്കുന്നു. അകത്ത് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നല്ലോ, അത് പോരായിരുന്നോടി നിനക്ക്? എന്നാ പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പടി ഉറുമ്പാ. എവിടൊക്കെ കേറിപ്പോയെന്തോ. എന്നാലും എന്റെ ആമി, ആ പാവം പോലീസുകാരുണ്ട് ഇത്രയും വലിയ ക്രൂരത വേണ്ടായിരുന്നു. അയ്യോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ എന്ത് ചെയ്തു? നിന്റെ നോവണം. നിനക്ക് 4 കിഴക്കിന്റെ കുറവുണ്ട്. ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ല. അല്ല പൂജ ഉറങ്ങിയോ? ഉറങ്ങിക്കോ. നീ ഇങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങുന്ന കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അർഹതയില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി നിന്നെ ഞാൻ സ്വന്തമാക്കാൻ കൊതിച്ചത്. നമ്മൾ കാരണം ഈ വീട്ടിലെ മറ്റുള്ളവർ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് നമ്മളായിട്ട് ഒരിക്കലും തകർക്കാൻ പാടില്ല. നീ എൻ്റെ കൂടെ ഉണ്ടാവണം പൂജ. സ്വപ്നത്തിലെങ്കിലും ഇതുപോലെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം. ഞാനെന്താ ഇങ്ങനെയെന്ന് എന്നോട് തന്നെ ഞാൻ എത്ര തവണ ചോദിച്ചിരിക്കുന്നു. ഉത്തരമില്ലാത്തൊരു ചോദ്യമായിട്ട് അതിപ്പോഴും അവശേഷിക്കുന്നു. ഒന്ന് മാത്രം എനിക്കറിയാം പൂജ,
ഏതേതോ ജന്മബന്ധം പോലെ, അടർത്തി മാറ്റാനാവാത്ത കർമ്മബന്ധം പോലെ ഇന്നും എന്നേക്കും നീ എൻ്റെ ജീവന്റെ ഭാഗമാണ്. പിരിയാന്ന് മാത്രം ഒരിക്കലും പറയല്ലേ. അയ്യോ. മോളെ ഇതെന്ത് പറ്റി? അറിയില്ല മുത്തശ്ശി, കാലിന് വല്ലാത്തൊരു വേദന. നോക്കട്ടെ. അയ്യോ, നീരുണ്ടല്ലോ. എന്നിട്ട് ആദ്യക്കുട്ടിനെ ഇതുവരെ കണ്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇന്നലെ വരെ അവന്റെ കാലിനായിരുന്നു കുഴപ്പം, ഇപ്പൊ മോക്കായോ? ഇതെന്താ പകർച്ചവ്യാധിയോ? സാരമില്ല, ഈ സമയത്ത് ഇതൊക്കെ സാധാരണ. എന്താ മുത്തശ്ശി, എന്തു പറ്റി? എന്താന്ന് എന്നോടാണോ ചോദിക്കുന്നത്? നീ ഈ കൊച്ചിന്റെ കാല് കണ്ടില്ലേ? കാലിന് എന്തു പറ്റി? കാലിന് കുന്തം പറ്റി. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഭർത്താവ്. എന്തോന്ന്? പൂജ, എന്തു പറ്റി? ഡാ, ഇതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ? കൊച്ചിന്റെ കാല് മുഴുവൻ നീര് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ല, നീ കാണത്തില്ല. സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ നിനക്ക് അത്ര ഉത്തരവാദിത്വം ഉള്ളൂ. ഇതിനാണോടാ ഇത്രയും സാഹസപ്പെട്ട് ഈ ലോകം മുഴുവൻ ഇളക്കി കൊച്ചിനെ സ്വന്തമാക്കിയത്? അത് മുത്തശ്ശി. മിണ്ടിപ്പോരും നീ. ഗോമതിയേ, ഇങ്ങോട്ട് വന്നേ. ഡാ, മര്യാദക്കുള്ള കാല് തിരുമ്മി കൊടുക്ക, കുഴമ്പിട്ട്. കുഴമ്പോ? ഓ, ഇനി അതും നീ കേട്ടിട്ടില്ലേ? എന്താ അമ്മേ? അല്ല, നീ പോയി ആ കുഴമ്പ് ഇങ്ങോട്ട് വന്നേ. അയ്യോ, എന്ത് പറ്റി? ദേ കണ്ടില്ലേ, പൂജമോളുടെ കാല് മുഴുവൻ നീരാ. ഞാൻ നോക്കട്ടെ. സാരമില്ല, ഇപ്പൊ എടുത്തോണ്ട് വരാം. ആ ചെല്ല്. വാ മോളെ, നടക്ക്.